ഈ വഴിയെ കടന്നുപോയപ്പോൾ കണ്ട ഒരു കൗതുക കാഴ്ച. കൂടുതലായി ചോദിച്ചറിഞ്ഞപ്പോൾ ഒരു കഥ പറയാനുള്ള ഉരുളൻ കല്ലായി ഇത് മാറുന്ന മറ്റൊരു കാഴ്ച. മന്ദമംഗലത്തെ ജനങ്ങൾ ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന ദുർഘടങ്ങളായ ഇടവഴികളിൽ നിന്നും ഈ കാണുന്ന വിശാലമായ സൗകര്യപ്രദമായ റോഡിലൂടെ നടക്കാൻ കാരണമായ എതിർപ്പുകളെയും ആക്രമണങ്ങളെയും നേരിട്ട് ഒരു നാട്ടു ചരിത്രത്തിലേക്ക് ഉരുണ്ടുകയറിയ ഒരു ഉരുളൻ കല്ല്. ഈ കല്ല് ഉരുളുമ്പോൾ ഈ കല്ലിന് മുൻപേ നടന്ന ഒരാളുണ്ടായിരുന്നു. ഇവിടുത്തുകാരുടെ മനസ്സിൽ കൊത്തിവെച്ച ഒരു പേരുള്ള ഒരു മഹാനായ മനുഷ്യൻ, ചാത്തോത്ത് ശ്രീധരൻ നായർ. പാതയോരത്തിന്റെ പ്രിയ സൗഹൃദങ്ങൾക്കൊപ്പം ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ മന്ദമംഗലത്താണ്. ഏവർക്കും പാതയോരത്തിന്റെ ഒരു നല്ല നിറമുള്ള കാഴ്ചയിലേക്ക് സ്വാഗതം. ഇതാണ് കൊയിലാണ്ടി കൊല്ലം ചിറയുടെ അടുത്തു നിന്നും മന്ദമംഗലം ബീച്ചിലേക്കുള്ള റോഡ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉരുളൻ കല്ലിന് ഒരു സ്മാരകം നിർമ്മിച്ച ഒരു കാഴ്ച കാണാം. ഈ പണ്ട് കാലങ്ങളിൽ ഇവിടെ റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഊടുവഴികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് ഈ റോഡർ എന്ന് പറഞ്ഞ ഉരുളൻ കല്ല്. പക്ഷെ അത് മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, അതായത് മണ്ണ് മൂടി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ, അതായത് മന്ദമംഗലം സ്വയം സഹായ സംഘത്തിലെ ഒരു 20 പേര് അടങ്ങുന്ന, അതിൽ ഗിരീഷ് കോരങ്ങണ്ടി എന്ന് പറഞ്ഞ ആളാണ് കൂടുതലായിട്ടും അതിനെ ഒന്ന് പുറത്തെടുക്കണമെന്നും ഈ പുതിയ തലമുറകൾ, അത് വരുന്ന തലമുറകൾക്ക് അതൊരു അറിവാക്കാനും അപ്പോൾ അതിനെ വരും തലമുറകൾക്ക് കാണാനും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിന് മുതിർന്നത്. പിന്നെ കുറേ പൈസകളും നമ്മൾ അതിന് മുതൽ മുടക്കിയിട്ടുണ്ട്. അന്ന് പലരും പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനായിരുന്നു, ഭ്രാന്താണോ ഇങ്ങനെ ഒരു കല്ലെടുത്തിട്ട് ഇത് ചെയ്യുന്നത്, ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ അതൊരു നല്ലൊരു ഓർമ്മകൾ, മക്കൾക്കൊക്കെ ഒരു ഓർമ്മകളാവും എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് മുതിർന്നത്. ഒരു കൗതുകം തോന്നി അതിനടുത്ത് ചെന്നാൽ മാർബിളിൽ കൊത്തിവെച്ച വാചകങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം. 1961 മന്ദമംഗലം ബീച്ചിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ഉരുളൻ കല്ല്. പലരും അത് വായിച്ച് മടങ്ങിപ്പോകും. പക്ഷേ കൂടുതൽ എന്തോ പറയാനില്ലേ എന്ന് തോന്നുന്നവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രായം ചെന്നവരോട് ചോദിക്കാം. അവർക്ക് മറ്റൊരു കഥ കൂടി പറയാനുണ്ടാകും. എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന് എന്ത് വില കൊടുത്തും അത് നിറവേറ്റാനുള്ള ചങ്കുറപ്പുണ്ടായിരുന്ന ഒരാളുടെ ഒരു കഥ കൂടി. പഴയകാലത്ത്, അതായത് 60-61 കാലഘട്ടത്തിലൊക്കെ ഈ പ്രദേശം തീർത്തും വികസനം എന്തെന്ന് എത്തി നോക്കാത്ത ഒരു ഗ്രാമമായിരുന്നു. ഈ ഗ്രാമത്തിൽ നിരവധി പുരോഗമനപര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ നാട്ടിലൊരു നേതാവ് ഉണ്ടായിരുന്നു, ചാത്തോത്ത് ശ്രീധരൻ നായർ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹം ജനങ്ങളോട് പിരിവെടുത്തിട്ടും ജനങ്ങളെ സഹായം തേടിയൊക്കെ തന്നെയാണ് ഈ റോഡ്, ഒരു മൺ റോഡ് നിർമ്മിച്ചത്. നിരവധി മർദ്ദനങ്ങളും കേസുകളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ റോഡ് ഗാന്ധി പ്രതിമ മുതൽ കൊല്ലംചിറ മുതൽ ബീച്ച് വരെ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ത്യാഗോജനമായ പ്രവർത്തനം ഇതിന് മുതൽക്കൂട്ടാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ എതിർപ്പും ഉണ്ടായിരുന്നു. കോഴിക്കോട് കണ്ണൂർ ദേശീയ പാതയാണിത്. ഈ വഴിയെ വരുമ്പോൾ കൊയിലാണ്ടി ടൗണിൽ നിന്നും 3 കിലോമീറ്റർ കഴിഞ്ഞാൽ പാതയോരത്തായി ഈ കാണുന്നതാണ് കൊല്ലം ചിറ. ഈ ഗാന്ധി പ്രതിമയുടെ ഇവിടെ തൊട്ട് ആരംഭിക്കുന്നു ഉരുളൻ കല്ലിൻ്റെയും ചാത്തോത്ത് ശ്രീധരൻ നായരുടെയും കഥ. 1961 കാലഘട്ടം. ചെറിയ ഇടവഴികളായി കാട് പിടിച്ചു കിടന്ന ഈ സ്ഥലത്തു നിന്നും മന്ദമംഗലം ബീച്ച് വരെ ഒരു റോഡ് ഉണ്ടാക്കാൻ ചാത്തോത്ത് ശ്രീധരൻ നായരുടെ നേതൃത്വത്തിൽ കുറച്ചുപേർ ശ്രമം തുടങ്ങുന്നു. ഈ വഴിയെ റോഡ് വേണ്ട എന്നും വേണം എന്നും പറഞ്ഞ് നാട്ടുകാർ 2 വിഭാഗമായി തിരിയുന്നു. ഈ വഴിയിൽ ഒരു റോഡ് വേണ്ട, കാരണം അന്ന് ഇന്നത്തെ പോലെ ഓരോ വീട്ടിലും വാഹന സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഒരു സൈക്കിൾ, അതും വളരെ കുറച്ച്. നടന്നു ശീലിച്ച ജനങ്ങൾക്ക് ഇടവഴികളിലെ പ്രശ്നങ്ങൾക്കപ്പുറം ഒരു റോഡ് എന്നത് ഒരു സ്വപ്നമായി നിൽക്കുന്ന ഒരു കാലം.
പക്ഷേ ഈ വഴി റോഡ് ഉണ്ടായാൽ ഭാവിയിൽ അത് വളരെ ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കിയ ശ്രീധരൻ നായർ റോഡ് എന്ന കാര്യത്തിൽ കുറച്ചു നിന്നു, കൂടെ കുറച്ചു പേരും. ഈ കാണുന്ന റോഡെല്ലാം ഒരു കാലത്ത് കാട് പിടിച്ചു കിടക്കുന്ന ഇടവഴികളായിരുന്നു. നായയോ കുറുക്കനോ വന്നാൽ ഓടി രക്ഷപ്പെടണമെങ്കിൽ ഈ ഇടവഴിയുടെ സൈഡ് പിടിച്ച് മുകളിൽ പറമ്പിൽ കയറി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ശ്രീധരൻ നായരുടെ തീരുമാനത്തിന് കൂടുതൽ ആളുകളുടെ പിന്തുണ ഉണ്ടായി. അവർ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഭാവി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതാണ് ശ്രീധരൻ നായർ ജനിച്ചു വളർന്ന പഴയ തറവാട്. കാലം വീടിന്റെ രൂപത്തിനും ഭാവത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അന്നത്തെ ഓർമ്മകൾ മാറ്റം വരുത്താതെ എല്ലാം ഓർത്തു പറയുകയാണ് അദ്ദേഹത്തിന്റെ അനുജൻ. 61 കാലത്ത് അന്ന് അതിന് ഒരു വീട്ടിലിരുന്നിട്ട് ഒരു 5-10 ആൾക്കാർ കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു മിനിറ്റ്സ് ബുക്കും ഉണ്ടാക്കി. അതിൽ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കണം, അതിനൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. എന്നിട്ട് പഞ്ചായത്തിനെ സമീപിച്ചു, തഹസിൽദാരെ സമീപിച്ചു, ബ്ലോക്കിനെ സമീപിച്ചു. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം നല്ല അനുകൂല സമീപനം കിട്ടി. പക്ഷെ നാട്ടുകാരിൽ നിന്ന് മാത്രം സമീപനം കിട്ടിയില്ല. റോഡ് അനാവശ്യമെന്നാണ് പൊതുവെ അന്നത്തെ അഭിപ്രായം. എന്താ വെച്ചാൽ പാതിരിക്കാട് റോഡ് അവിടെയുണ്ട്, പിന്നെ ബിഷാരിയാവിലേക്ക് ചെറേൻ്റെ അടുത്തൂടെയുള്ള വഴിയുണ്ട്. പിന്നെ നടന്നു പോകുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. നടന്നു പോകുന്ന ആൾക്കാർക്ക് അത്രയും ആവശ്യമുള്ളൂ അന്ന്. പിന്നെ സൈക്കിളും ഇല്ല, സൈക്കിൾ വരെ പോകാൻ പറ്റൂല. കാരണം ഒരു 3-4 അടിയിലധികം ഇടയ്ക്ക് വീതി ഇല്ല അന്ന്. കടപ്പുറം വരെ, ചിറ മുതൽ കടപ്പുറം വരെ 4 അടിയിലധികം വീതിയില്ല. ഈ തളിയിലമ്പലത്തിന്റെ മുമ്പിൽ മാത്രം ഒരു 5-6 അടി വീതി ഉണ്ടാവും. അങ്ങനെ സമീപിച്ചു. ഏതാണ്ടൊക്കെ ഗവൺമെന്റിൽ നിന്നൊക്കെയുള്ള സമ്മതമൊക്കെ കിട്ടി. പക്ഷെ ഫണ്ടില്ല. 15,000 ഉറുപ്പികയാണ് പഞ്ചായത്ത് അന്ന് പാസ്സാക്കിയത്. അതായത് 30,000 ഉറുപ്പിക എസ്റ്റിമേറ്റ് ഈ റോഡ് ഉണ്ടാക്കാൻ. പകുതി നാട്ടുകാരെടുക്കണം. 15,000 ഉറുപ്പിക പഞ്ചായത്ത് അനുവദിക്കും. അത് ഒന്നായിട്ട് അനുവദിക്കൊന്നുമില്ല, പണി കഴിയുന്ന അനുസരിച്ച് കുറച്ചായിട്ട് അനുവദിക്കും. അങ്ങനെ ആൾക്കാർ വന്നു, പണി തുടങ്ങി. കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അരി കടം വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരി വിതരണം ചെയ്തു. പൈസയ്ക്ക് കണക്കായിട്ട് പണിക്കാർക്ക് അരി വിതരണം ചെയ്ത് കുറെ കാലം. പിന്നെയാണ് പൈസയൊക്കെ കിട്ടി എല്ലാവരും കൂലിയെല്ലാം കൊടുത്തത്. കൂലി, അന്നത്തെ കൂലി എന്ന് പറയുന്നത് 1.5 ഉറുപ്പിക, 2 ഉറുപ്പിക, 2.5 ഉറുപ്പിക, 3 റേറ്റാ. ഏറ്റവും മുന്തിയ പണിക്കാർക്ക് 2.5, അതിൽ താഴെ 2, പിന്നെ സ്ത്രീകളും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ 1.5 ഉറുപ്പിക. ആ കൂലി കൊടുത്തിട്ടാണ് ചെയ്തത്. ശ്രമദാനം ഒന്നും ഉണ്ടായിട്ടില്ല. കുറെ ഈ ഭൂമി പോകുന്നവർ കുറെ എതിർത്തെങ്കിലും പൊതുവെ നാട്ടില് വലിയൊരു സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും വലിയൊരു ഇതൊന്നുമില്ല. പക്ഷെ ചില ഭാഗത്തുനിന്ന് സംഘർഷങ്ങൾ ഉണ്ടായി. പോലീസ് കേസ് ഉണ്ടായി. കോടതിയിൽ ഇഞ്ചക്ഷൻ വരെ വാങ്ങിച്ചു. ചെറേൻ്റെ അടുത്തൂടെ റോഡ് വരുന്നതിന് അവിടുന്ന് അതിൻ്റെ അടുത്ത വീട്ടുകാരൻ പോയിട്ട് ഇഞ്ചക്ഷൻ വാങ്ങിച്ചു കോടതിയിൽ നിന്ന്. പിന്നീട് ആ ഇഞ്ചക്ഷൻ വെക്കേറ്റ് ചെയ്തു. അന്ന് തന്നെ വെക്കേറ്റ് ചെയ്തിട്ട് അന്ന് തന്നെ റോഡ് പണിയും തുടങ്ങി. റോഡ് പണി കണ്ടിന്യൂ ചെയ്തു. റോഡ് റോളർ എന്നതിന്റെ ആധുനിക രൂപം മാത്രമേ ഇന്നത്തെ തലമുറ കണ്ടിട്ടുള്ളൂ. തട്ടി നിരത്തിയ ചെമ്മൺ പാതയിൽ ചെങ്കൽ കഷ്ണങ്ങൾ പൊട്ടിച്ചു ചേർത്ത് വെള്ളമൊഴിച്ച് ഈ ഉരുളൻ കല്ല് ഒരുപാട് പ്രാവശ്യം മനുഷ്യാധ്വാനത്താൽ ഉരുട്ടിയായിരുന്നു അന്നത്തെ റോഡ് നിർമ്മാണം. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ എതിർപ്പ് ശക്തമായിരുന്നു. വാക്കേറ്റങ്ങളും ശാരീരികമായ ആക്രമണങ്ങളും ഉണ്ടായി. പക്ഷേ ശ്രീധരൻ നായരുടെ നിശ്ചയ ദാർഢ്യത്തിനു മുന്നിൽ അതെല്ലാം മുട്ടുമടക്കേണ്ടി വന്നു. രസകരമായ മറ്റൊരു കാര്യം, ചാത്തോത്ത് തറവാടിന്റെ സ്ഥലവും റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ നഷ്ടപ്പെടാനുണ്ടായിരുന്നു. ശ്രീധരൻ നായരുടെ അച്ഛൻ സ്ഥലം വിട്ടുകൊടുക്കാൻ സമ്മതം അറിയിച്ചിരുന്നില്ല. പക്ഷേ അച്ഛൻ ഏതോ ആവശ്യത്തിനായി പോയ സമയം ശ്രീധരൻ നായരുടെ നേതൃത്വത്തിൽ ആളുകൾ സ്ഥലം കയ്യേറി റോഡ് വെട്ടി. അച്ഛൻ തിരിച്ച് വരുമ്പോഴേക്കും റോഡ് ആവശ്യത്തിനുള്ള സ്ഥലം ശ്രീധരൻ നായർ വെട്ടി നിരത്തിയിരുന്നു. കല്ല് കൊണ്ടുവന്നത് അവിടുന്ന് ഈ റോഡ് നിരപ്പായി കഴിഞ്ഞതിന് ശേഷം, മതിലിടിച്ച് റോഡ് നിരപ്പായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ചുവന്ന കല്ലും ചുവന്ന മണ്ണും കൂടി ഇട്ട് അമർത്താൻ വേണ്ടി ഏട്ടൻ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന കല്ല. അത് ഇതിൽ ഈ കമ്മിറ്റിയിൽ പെടുന്നതല്ല. ചെമഞ്ചേരിയിൽ നിന്ന് വലിച്ചുകൊണ്ടുവന്ന ഒരു രാത്രി വലിച്ചുകൊണ്ടുവന്നത്. അത്
ഒരുവിധം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇവിടെ നിന്നും 10-13 കിലോമീറ്റർ ദൂരെയുള്ള ചേമഞ്ചേരിയിൽ നിന്നും അന്നത്തെ റോഡ് റോളറായിരുന്ന ഈ ഉരുളൻകല്ല് മനുഷ്യാധ്വാനത്താൽ ഉരുട്ടി ഇവിടെ എത്തിച്ചത്. പഞ്ചായത്തിൽ നിന്നും വളരെ ചെറിയ ഒരു തുകയാണ് അന്ന് പാസ്സായത്. ബാക്കി ജനങ്ങൾ പിരിച്ചെടുക്കണമെന്നായിരുന്നു വ്യവസ്ഥ. മൺമറഞ്ഞുപോയ പേരറിയാത്ത ഏതൊക്കെയോ തൊഴിലാളികളുടെ വിയർപ്പും വെള്ളവും ചേർത്ത് നനച്ചെടുത്ത മണ്ണിൽ ചരൽ കല്ലുകൾ നിരത്തി അതിനു മുകളിലൂടെ ഈ ഉരുളൻകല്ല് ഉരുളാൻ തുടങ്ങി. അദ്ദേഹത്തിന് പേരുള്ള അദ്ദേഹത്തിന് സ്വന്തം കല്ലായത് ഈ റോഡ് റോളർ. അദ്ദേഹം അത് ഈ മാർഗ ഇവിടെ നിർത്തിയതാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുമ്പേ തറയിലൊക്കെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത്. ആ കാലഘട്ടത്തിന് കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതു സംഘം ഈ പ്രദേശം ഒരു കൂട്ടായ്മയാണ് ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ശ്ലാഘനീയമായി അഭിനന്ദിക്കേണ്ട. അങ്ങനെ കൊയിലാണ്ടി, കൊല്ലം, ആനക്കുളം ഗാന്ധി പ്രതിമ തൊട്ട് മന്ദമംഗലം ബീച്ച് വരെ സൗകര്യപ്രദമായ ഒരു മൺ റോഡ് പിറവിയെടുത്തു. പക്ഷേ അപ്പോഴേക്കും ഭീഷണിയായി നിലനിന്നിരുന്നത് കടലായിരുന്നു. കടൽക്ഷോഭം രൂക്ഷമായ മന്ദമംഗലം ബീച്ചിൽ റോഡുകൾ കടലെടുക്കാൻ തുടങ്ങി. കടലാക്രമണം തടയാൻ കടൽഭിത്തി എന്ന ആശയം ശ്രീധരൻ നായരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പിന്നീട് അതിനായുള്ള പ്രയത്നം തുടങ്ങി. റോഡ് പണി നടക്കുന്നത് 61-62 കാലത്ത്. പിന്നെ കടൽക്കെട്ട് വരുന്നത് 70-71 കാലത്താണ്. 70-71 അത് 74 വരെ തുടർന്നു പോയിട്ടുണ്ട്. അത് സർക്കാർ ഫണ്ടാണ്. മുന്നിൽ നിൽക്കാൻ ആളില്ലായിരുന്നു. അത് ഇവരുടെ ഇറിഗേഷൻ വകുപ്പിന്റെ അല്ല PWDയുടെ ഫണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ഭിത്തി കെട്ടാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാൻ കാരണം എന്താ? താല്പര്യം ഉണ്ടാവാൻ ആ കടൽക്ഷോഭം ഉണ്ടായിട്ട് അവിടുത്തെ ആ മദ്രസ ഉണ്ട്. ആ മദ്രസയ്ക്കൊക്കെ തകരാറ് പറ്റി 1-2 വീടുകളൊക്കെ പോയി. കടൽ ഒരു 20 മീറ്ററോളം 20-30 മീറ്ററോളം കടൽ കയറി. അപ്പോൾ ആ വർഷമാണ് വിചാരിച്ചത് ഇത് വേണമെന്ന്. അതിനുള്ള പരിശ്രമം തുടങ്ങി. മാസ് പെറ്റീഷൻ ഉണ്ടാക്കി അധികാരികളുടെ അടുത്ത് പോയി സമ്മർദ്ദം ചെലുത്തി. അങ്ങനെയാണ് അത് പാസ്സാക്കിയെടുത്ത് അത് കരാർ കൊടുത്തു. മുന്നിട്ടിറങ്ങിയ എല്ലാ പദ്ധതികളും പൂർണ്ണമാക്കുകയും ചെയ്യുന്നുണ്ട്. റോഡിനും കടൽഭിത്തിക്കും ശേഷമാണ് മന്ദമംഗലത്ത് വൈദ്യുതി എന്ന സ്വപ്നം ചാത്തോത്ത് ശ്രീധരൻ നായരുടെ ശ്രമഫലമായി കടന്നു വരുന്നത്. അന്ന് പഞ്ചായത്തിന്റെ വക ഒരു വിളക്കുണ്ടാവും. ഒരു മരത്തിന്റെ പോസ്റ്റിന്റെ മുകളിൽ വഴിവിളക്ക്. അത് വൈകുന്നേരം വന്ന് കത്തിക്കും. അങ്ങനത്തെ ഒരു 2-3 വിളക്കുണ്ടായിരുന്നു. ഒന്ന് പാതിരിക്കാട് മുക്കിൽ, ഒന്ന് നമ്മുടെ കസ്തൂരിക്കടവിൻ്റെ മുക്കിൽ. ആ 2 വിളക്കേ ഉള്ളായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ 59 കാലത്താണ് ഇലക്ട്രിക് ലൈൻ കൊണ്ടുവരുന്നത്. അത് അന്ന് വടകര അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ പോയി തപസ് ഇരുന്നിട്ടാണ് പാസ്സാക്കി എടുത്തത്. അത് എവിടം വരെ വെച്ചാൽ നമ്മുടെ ഈ മൂല വരെ മാത്രമേ വന്നിട്ടുള്ളൂ അന്ന്. ഇവിടം വരെ ഈ കുന്നുമലെ മുക്ക് വരെ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നീട് എക്സ്റ്റൻഷനൊക്കെ വന്ന് പിന്നീടാ. സമരരംഗത്ത് സഖാവ് ചാത്തോത്ത് ശ്രീധരൻ നായർ വേറിട്ട വ്യക്തിത്വമായിരുന്നു. പോലീസിന്റെ ക്രൂരമർദ്ദനവും അധികാരവർഗത്തിന്റെ വിലക്കുകളും വകവയ്ക്കാതെ തൊഴിലാളി വർഗത്തിന്റെയും സാധാരണക്കാരന്റെയും മറ്റ് അശരണരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാതെ പോർവിളി മുഴക്കി അറസ്റ്റും ജയിൽവാസവും കൂസലില്ലാതെ ഏറ്റുവാങ്ങി തല ഉയർത്തിപ്പിടിച്ച് നടന്നു നീങ്ങിയ മനുഷ്യൻ. അദ്ദേഹത്തോടൊപ്പം മരിക്കുന്നവരെ എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സാധാരണക്കാരൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ്റെ, പാവപ്പെട്ടവൻ്റെയും മറ്റ് അധകൃത വിഭാഗത്തിൻ്റെയും കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു ശ്രീധരൻ നായർ. 1977 മെയ് 3 വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കടന്നുവന്ന കൊലയാളിയുടെ കത്തിമുന ശ്രീധരൻ നായരുടെ ജീവൻ കവർന്നു. ഒരു നാടിന് വേണ്ടതിൽ പ്രധാന കാര്യങ്ങളായ റോഡ്, തൊഴിൽ, വെളിച്ചം, സംരക്ഷണം ഇവയെല്ലാം നൽകാൻ മുന്നിട്ടിറങ്ങിയ സമര പോരാളി ആ കറുത്ത ദിവസത്തിൽ ഓർമ്മകളിലേക്ക് മടങ്ങി.
പിറ്റേന്ന് പുറത്തിറങ്ങിയ പത്രത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടു: രക്തപതാകയിൽ പൊതിഞ്ഞ സഖാവിന്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അതുവരെ പണിപ്പെട്ട് പിടിച്ചു നിർത്തിയ ദുഃഖഭാരം നിയന്ത്രിക്കാനാവാതെ പലരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ധീരനായ ആ നേതാവിന്റെ സഹപ്രവർത്തകരിൽ പലരും മൃതദേഹം കാണാൻ കേൾപ്പില്ലാതെ ദുഃഖഭാരവുമായി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ചാത്തൂർ ശ്രീധരൻ നായർ 1977 മെയ് 3 വരെ അദ്ദേഹം മരിക്കുന്നവരെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതുവരെ ഏറ്റെടുത്ത പ്രവൃത്തി സാധാരണക്കാരന് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവസാനം വരെ പോരാടി അത് വിജയിപ്പിക്കുന്നതിൽ സജീവ പങ്കാളിത്തം വഹിച്ച മഹാനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPI എല്ലാ വർഷവും സമുചിതമായി രക്തസാക്ഷി ദിനം ആചരിക്കുകയും അത് പുതിയ തലമുറയ്ക്ക് പകരുന്ന രീതിയിലുള്ള അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർത്ത സാധാരണക്കാരന് വേണ്ടി നിലകൊണ്ട ആ മഹാവ്യക്തിത്വത്തിൻ്റെ പ്രവർത്തനം വരും തലമുറയ്ക്ക് പകരുന്ന രീതിയിലുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. പാതയോരത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ലൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിടവാം.